തിയോഫിൻ, തൃശ്ശൂർ ജില്ല എങ്ങനെയാണ് കാലാവസ്ഥ? മഴ രാത്രി ഉണ്ടായിരുന്നോ? ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ എങ്ങനെയാണ്? അതുപോലെ കാസർഗോഡും ഉദുമയിലും ഭയങ്കര മഴയാണ് പറയുന്നത്. ശരി, തിയോഫിൻ പറയും. ശരത് ഗുഡ് മോർണിംഗ്. മഴയുടെ തീവ്രത തൃശ്ശൂർ ജില്ലയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒറ്റപ്പെട്ട മഴകളുണ്ട്. അത് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നതാണ്. പല പ്രദേശങ്ങളിലും ഇടവിട്ടുള്ള ഒറ്റപ്പെട്ട മഴ. കാരണം കുറച്ചു സമയം മഴ പെയ്യുന്നു, മഴ മാറി നിൽക്കുന്നു. ഇപ്പോൾ തന്നെ അല്പം മുൻപ് ഇവിടെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ നേരിയ ചാറ്റൽ മഴ മാത്രമായി അത് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു പക്ഷേ അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും മഴ കൂടുന്നു. അങ്ങനത്തെ ആ രീതിയിലുള്ള ഒരു മഴയാണ് തൃശ്ശൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാറ്റുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ കാറ്റിൽ പലയിടത്തും മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ തൃശ്ശൂർ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ മനക്കൊടി പുള്ള് പ്രദേശത്ത് ചുറ്റും കോൾപ്പാടങ്ങളുള്ള മേഖലയാണിത്. ചെറിയ രീതിയിൽ ആൾക്കാർ വിനോദസഞ്ചാരത്തിനൊക്കെ എത്തുന്ന ഒരു പ്രദേശം. ആ റോഡ് ഇന്നലെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഇത് അടപ്പിച്ചു. കാരണം പാടത്തു നിന്നും വെള്ളം ഉയർന്ന റോഡിന് മുകളിലൂടെ ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. റോഡിലേക്ക് വെള്ളം നിറഞ്ഞ സാഹചര്യത്തിൽ റോഡിൽ നിന്ന് വാഹനങ്ങൾ ഒരു പക്ഷേ പാടം ഏതാണെന്ന് അറിയാത്ത രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. വളവൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം തടഞ്ഞിരുന്നു. നിലവിൽ ഇത്തവണത്തെ ഈ മഴയിൽ തൃശ്ശൂർ ജില്ലയിലാകെ 17 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഒരു ചുവരിടിഞ്ഞ് വീണത്, അടുക്കള ഭാഗം ഇടിഞ്ഞു വീണത് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ഒരു മദ്രസ കെട്ടിടം തകർന്നു. നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതാണ് ഇത്തവണത്തെ മഴയിൽ ഈ പറഞ്ഞ കഴിഞ്ഞ രാത്രിയിലത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? രാത്രിയിൽ മഴയുണ്ടായിരുന്നോ? രാത്രിയിൽ തീവ്രത കുറഞ്ഞ മഴ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ട ഇടവിട്ട മഴ രാത്രിയും തുടർന്നിരുന്നു. എങ്കിലും മഴയുടെ തീവ്രത ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. തിയോഫിൻ ഇപ്പോൾ സൂചിപ്പിച്ച ഈ വിവരമാണ്. രാത്രിയിൽ വലിയ കനത്ത മഴ ഉണ്ടായിരുന്നില്ല തൃശ്ശൂരിലെങ്ങും എന്നുള്ളത് കൂടിയാണ് തിയോഫിൻ പറഞ്ഞത്. ഇന്നലെ പകൽ മുതൽ ഉണ്ടായിട്ടുള്ള മഴക്കെടുതിയുടേതായിട്ടുള്ള വിശദാംശങ്ങളൊക്കെ ഉണ്ട്. അത് വീണ്ടും തിയോഫിൻ ഇപ്പോൾ സൂചിപ്പിക്കുക കൂടി ചെയ്തു. നമുക്ക് ശരി തിയോഫിൻ, താങ്ക് യു.